അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ വിസ്ഡം യൂത്ത് മലപ്പുറം നോർത്ത് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന എൻവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഒരു ഒഴിവ് ദിവസം നമുക്കിത്തരത്തിൽ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി ഈ ഒരു പ്രോഗ്രാമിൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ഒരു ദിവസം വലിയ സന്തോഷത്തോടെ കുടുംബസമേതം നമ്മളെല്ലാവരും ചില അറിവുകൾ നുകരാനും നമുക്ക് പല കാര്യങ്ങളും ആസ്വദിക്കാനും ഒക്കെയായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല, എന്നാൽ നമുക്ക് ഉപകാരപ്പെടുന്ന ചില സംഭവങ്ങളിലൂടെ കടന്നു പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അംഗപരിമിതിയുള്ള ആളുകളെ പല രൂപത്തിലാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാഴ്ച പരിമിതി എന്ന് പറയാറുണ്ട് അല്ലേ? അതാണല്ലോ പറയേണ്ട വാക്കും. അന്ധനെന്നോ അല്ലെങ്കിൽ പിന്നെ കണ്ണുപൊട്ടനെന്നോ എന്നൊക്കെ പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ഒരുപാട് മാറ്റങ്ങളിലേക്ക് വന്നു. ഇതുപോലെ മുമ്പ് പറഞ്ഞിരുന്ന ചില വാക്കായിരുന്നു, ഈ ശാരീരികമായ എന്തെങ്കിലും വൈകല്യങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ അവരെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് ഹാൻഡിക്യാപ്ഡ് എന്നായിരുന്നു. ഇപ്പോൾ ഇത് പറയാൻ പാടുമോ? ഇല്ല അല്ലേ? ഹാൻഡിക്യാപ്ഡ് എന്ന് പറയാൻ പാടില്ല. ഹാൻഡിക്യാപ്ഡ് എന്നുള്ള വാക്ക് വന്നതിന് ഒരു ചരിത്രം പറയുന്നുണ്ട്. ഹാൻഡ് ഇൻ ക്യാപ്പ് എന്നായിരുന്നു പിന്നെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗെയിമിലൂടെ വന്നതാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്പ് ഇൻ ഹാൻഡ്, അതായത് തൊപ്പി, ക്യാപ്പ് ഇൻ ഹാൻഡ്, കൈകളിൽ തൊപ്പി പിടിച്ച് യാചിച്ച് നടക്കുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ് ആ പേര് വന്നത് എന്നും പറയുന്നുണ്ട്. രണ്ടായാലും ഹാൻഡിക്യാപ്ഡ് എന്ന് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതിനുശേഷം പിന്നെ ആ വാക്കൊന്ന് മാറ്റിയിട്ട് പറഞ്ഞതായിരുന്നു ഡിസേബിൾഡ് പേഴ്സൺസ്. അത് ഉപയോഗിക്കാൻ പാടുമോ? ഇല്ല. കാരണം ഡിസേബിൾഡ് ആണോ? എന്തെങ്കിലും കഴിവുകേടുള്ള ആളുകളാണോ അവർ? അല്ല. ഇപ്പോൾ ഒരു വീൽ ചെയറിലുള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു കഴിവില്ലാത്ത വ്യക്തിയല്ല അല്ലേ? ഇപ്പോൾ ഡിസേബിൾഡ് എന്നതോ അതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് രണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. അതിനുശേഷം വീണ്ടും പരിണമിച്ചുകൊണ്ട് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതാണോ ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഏകദേശം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന വാക്കിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിന്നെ റിസർച്ചുകളൊക്കെ പറയുന്നത് ആ വാക്കും ഉപയോഗിക്കരുത് എന്നാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ല, സവിശേഷമായ എന്തോ കഴിവുള്ള ആളുകൾ എന്ന നിലയ്ക്കല്ല അവരെ പറയേണ്ടത്. മറിച്ച് പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്നാണ് പറയേണ്ടത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. രണ്ടും ഉപയോഗിക്കാം അല്ലേ? ഇപ്പോൾ അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയാതിരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, സമൂഹത്തിൽ പൊതുവെ ഇതെല്ലാം ഉള്ള ആളുകളെ, കണ്ണും കാതും മൂക്കും പിന്നെ ചലനവും ഒക്കെ ഉള്ള ആളുകൾ അവരൊരു നോർമലും അല്ലാത്തവരെല്ലാം അബ്നോർമലുമായിട്ട് അല്ലേ, ബാക്കിയുള്ളവർക്ക് എന്തോ മോശം ആളുകളായിട്ട് സമൂഹം ചിത്രീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ്, അവർ മറ്റെന്തൊക്കെയോ കഴിവുള്ള ആളുകളാണ് എന്ന രൂപത്തിലും ആക്കാൻ പാടില്ല. അവർ പേഴ്സൺസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. അതായത് അവരെല്ലാവരും മനുഷ്യർ തന്നെയാണ്, മറ്റുള്ളവരെങ്ങനെയാണോ അതുപോലെയുള്ള പേഴ്സൺസ് തന്നെയാണ്. പക്ഷേ അവർക്ക് ചില പ്രത്യേകമായ ആവശ്യങ്ങൾ ഉണ്ടാവും. അതല്ലേ സത്യം? നമുക്ക് നമ്മുടേതായ ചില ആവശ്യങ്ങൾ ഉണ്ടാവും എന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയണമെന്നാണ് പിന്നെ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞെത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു തരുന്നത്, ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥത്തിൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു അവയവത്തിന് പരിമിതിയുള്ള ആളുകൾക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയത്? സാധാരണ ഇതിൽ മറ്റ് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെ ഇപ്പോൾ കാഴ്ച പരിമിതി ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയും കാഴ്ച പരിമിതി ഉള്ള വ്യക്തിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട് അല്ലേ? ഒന്ന്, ഇപ്പോൾ ഏത് പരിമിതി നോക്കുകയാണെങ്കിലും അതിലൊക്കെ പരിമിതിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് വർക്കാണോ അവർ ഏൽപ്പിക്കപ്പെട്ടത് അത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന കാഴ്ച കാണാം അല്ലേ? കാഴ്ച പരിമിതിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ഒരു പണിയുണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർ ഇരുന്ന് ചെയ്യാനുള്ള ഒരു പണിയുണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ സൂക്ഷ്മമായി വൃത്തിയായി ഏൽപ്പിച്ച് ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന കാഴ്ച കാണാം. അതുപോലെ അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾ അതിനെപ്പറ്റി നന്നായി ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ അവർ ശ്രമിക്കാറുണ്ട്. അവരുടെ ചിന്ത എന്നുള്ളതിന് വ്യത്യസ്തമാണ്. എത്രത്തോളം ചിലൊരു അനുഭവം പറയാം. ഒരു
പിന്നെ ചരിത്രം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒരു പിന്നെ അംഗപരിമിതിയുള്ള ഒരു ഉപ്പ, അദ്ദേഹം പിന്നെ വീൽ ചെയറിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പം അദ്ദേഹം പിന്നെ ഒരു വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ചതൊരു പിന്നെ കാഴ്ച പരിമിതിയുള്ള സ്ത്രീയെയാണ്. അപ്പം അങ്ങനെ രണ്ടുപേരും പരിമിതികളുള്ള ആളുകളാണ് ഈ പറഞ്ഞതുപോലെ. അപ്പോൾ ആ പരിമിതിയിലുള്ള വ്യക്തികൾ അവർ വിവാഹം ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു കുട്ടി, കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെയായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അവർക്ക് ഉണ്ടാവുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയും കാഴ്ച പരിമിതിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിലോ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായ കുട്ടിയും അവർക്ക് ഇത്തരം കാഴ്ച പരിമിതിയുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവരുടെ സാമ്പത്തിക നില മൊത്തം തെറ്റാണ്. അപ്പോൾ ആ കുട്ടി ഉണ്ടായി ആദ്യത്തെ ഒരു വർഷമൊക്കെ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോയി. പക്ഷെ രണ്ടാമത്തെ വർഷമായപ്പോൾ ഇവർക്ക് കൂട്ടിയെ കൂടുന്നില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നന്നായി ബുദ്ധിമുട്ടി. എത്രത്തോളം വെച്ചാൽ സാമ്പത്തികമായി ആരും സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥ വരെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുകയാണ് ഒരു ദിവസം നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ ഉപ്പയും ഉമ്മയും തീരുമാനിക്കുകയാണ് നമുക്ക് ആത്മഹത്യ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ല. മുസ്ലിമീങ്ങളാണെന്ന് ആലോചിക്കണം. അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യാനുള്ള പ്ലാനിലേക്ക് എത്തുകയാണ്. ആലോചിച്ചു, ഒരു ചെറിയ കുട്ടി അവർക്കുണ്ട്. ആ കുട്ടിയെ മാത്രം തനിച്ചാക്കി പോയി കഴിഞ്ഞാൽ ആ കുട്ടിയും അനാഥയാവും എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്തു. ആ കുട്ടിയെയും കൂടി വിളിച്ചിരുത്തി അവർ പ്ലാൻ ചെയ്തു, മോളെ നമുക്ക് ആത്മഹത്യ ചെയ്യാം. ആ ഉപ്പ പറഞ്ഞു. ഇപ്പം എങ്ങനെ ആത്മഹത്യ ചെയ്യാമെന്നാണ് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ അവർക്ക് അവിടെ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്ന ചില സാധനങ്ങൾ കൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലൊരു കയറുണ്ടായിരുന്നു അവിടെ. അപ്പോൾ 3 പേർക്കും ആ കയറ് മുറിച്ച് അതിൽ തൂങ്ങി മരിക്കാം, ഒരു ഓപ്ഷൻ. രണ്ടാമതായിട്ട് അവിടെ കത്തിയുണ്ട്. അപ്പം കത്തിയെടുത്ത് 3 പേർക്കും ഒരേ സമയം തന്നെ കുത്തി മരിക്കാം, രണ്ടാമത്തെ ഓപ്ഷൻ. പിന്നെ അവിടെ കുറച്ച് എലിവേഷമോ മറ്റെന്തോ ഉണ്ട്. അപ്പോൾ വിഷം എടുത്തുകൊണ്ട് 3 പേർക്കും ഒരുമിച്ച് വിഷം കഴിച്ച് മരിക്കാമെന്ന് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ. പിന്നെ നാലാമതായിട്ട് വേറെ എന്തോ ഒരു ഓപ്ഷൻ. ഇങ്ങനെ മരിക്കാൻ 2, 3, 4 ഓപ്ഷൻസ് അവരിങ്ങനെ ലിസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ആ ഉപ്പയും ഉമ്മയും ആ ചെറിയ ആ കുട്ടിക്ക് അന്ന് കുറച്ച് വയസ്സായി, ഒരു 4 വയസ്സോ 5 വയസ്സോ എന്തോ പ്രായമായ കുട്ടിക്ക്. ആ സമയം വരെ അവരങ്ങനെ മുന്നോട്ട് പോയി. ആ കുട്ടിക്ക് 5 വയസ്സാകുന്ന സമയത്താണ് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് അവരെത്തിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഈ 4 ഓപ്ഷനിൽ ഏത് സ്വീകരിക്കണം എന്നതാണ് അവർ ചർച്ച. ഒരു രാത്രി, ഇന്നത്തെ രാത്രി നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അങ്ങനെ അവരുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന ഒരു ഓപ്ഷൻ സ്വീകരിക്കാം എന്ന ഒരു പ്ലാനിലേക്ക് എത്തി. ഈ സമയത്ത് ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂടെയുള്ള ആ വെറും 4 5 വയസ്സ് പ്രായമുള്ള ആ കുട്ടി വരുന്നുണ്ട്. ആ കുട്ടി ഇവരോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആ കുട്ടി പറഞ്ഞു, ഉപ്പ ഉമ്മ, നമ്മളെന്തായാലും ആത്മഹത്യ ചെയ്യാനാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നമുക്ക് മരിക്കാൻ ഇവിടെ 4 ഓപ്ഷനുകളാണുള്ളത് അല്ലേ? നിങ്ങൾ മുന്നോട്ട് വെച്ചത് 4 ഓപ്ഷനുകളാണ് മരിക്കാൻ. പക്ഷേ ജീവിക്കാനാണെങ്കിൽ എത്ര ഓപ്ഷൻ ഉണ്ട്? ഈ 4 ഓപ്ഷനുകൾ മാറ്റി നിർത്തി ഇവിടെ ജീവിക്കാൻ നമുക്ക് എത്ര ഓപ്ഷൻ ഉണ്ട് എന്ന ഒരു വാക്ക് മാത്രം ആ കുട്ടിയോട് പറയാണ്. ഇത് കേട്ടതോടുകൂടി ആ ഉപ്പ ഒന്നിങ്ങനെ മാറി ചിന്തിച്ചു. മരിക്കാൻ ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള 4 ഓപ്ഷനേ നമുക്കിവിടെ ഉള്ളൂ അല്ലേ? ഇവിടെ നമുക്ക് അതേ അവൈലബിൾ ആയിട്ടുള്ളൂ, നമുക്ക് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ അതേ ഉള്ളൂ. എന്നാൽ ജീവിക്കാനാണെങ്കിൽ ഇതൊക്കെ മാറ്റി നിർത്തി ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട്, എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ യാഥാർത്ഥ്യമാക്കാം. ഇത്രയും കാലം അങ്ങനെയൊക്കെ തന്നെയല്ലേ ജീവിച്ചിരുന്നത് എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അങ്ങനെ അവരുടെ പ്ലാൻ മൊത്തം മാറുകയാണ്. ആത്മഹത്യയുടെ മുനമ്പിലെത്തിയ ആ ഒരു കുടുംബത്തെ ആ കുട്ടിയുടെ മനസ്സിൽ വന്ന ചെറിയ ചില വാക്കുകൾ, മരിക്കാൻ 4 ഓപ്ഷൻ ആണെങ്കിൽ ജീവിക്കാൻ എത്ര ഓപ്ഷൻ ഉണ്ടാവും ഉപ്പ എന്ന ആ വാക്ക് അവരെ മാറി ചിന്തിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നമ്മൾ പരിമിതി ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ചിന്തകൾ വളരെ ആഴത്തിലുള്ളതാണ്. അത് പലപ്പോഴും വലിയ തിരിച്ചറിവുകൾ ഉണ്ടാക്കാറുണ്ട്. മറ്റൊരു പ്രത്യേകത, യഥാർത്ഥത്തിൽ എന്ത് പരിമിതിയുള്ള ആളുകളാണെങ്കിലും അവർ നിഷ്കളങ്കരാണ് അല്ലേ? നിഷ്കളങ്കരല്ലേ? ഉള്ളിൽ കപടതയില്ലാത്ത, മറ്റൊന്നും മറച്ച് ഒളിപ്പിച്ച് വെക്കാത്ത, 2 മുഖം കാണിക്കാത്ത നിഷ്കളങ്കരായ ആളുകളായിരിക്കും എപ്പോഴും പരിമിതിയുള്ള ആളുകൾ. മറ്റൊന്നെന്താ വെച്ചാൽ അവർക്ക് യാതൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവില്ല. എന്താ ഡിസ്ട്രാക്ഷൻസ്? അവരെ ബാധിക്കുന്ന, ഇപ്പം നിലവിൽ ഒരു കാഴ്ചയുള്ളൊരു വ്യക്തിയാണെങ്കിൽ എത്ര ഇമേജുകളാണ് ആ വ്യക്തി കാണുക? ഒരുപാട് കാഴ്ചകൾ പല ഭാഗത്ത് നിന്ന് കണ്ട് അതിൽ നല്ലതുണ്ടാവും, ചീത്തതുണ്ടാവും, മോശമായതുണ്ടാവും, അവർക്ക് ഉപകാരമുള്ളതും ഇല്ലാത്തതും ഒക്കെ കാണേണ്ടി വരും. അതിൽ നിന്ന് ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് നേരത്തെ പറപ്പൂർ മൗലവി പറഞ്ഞതുപോലെ ഋജു മനസ്കനായി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം അല്ലേ, സിറാത്തുൽ മുസ്തഖീമിൽ. പക്ഷേ കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അവരെ തെറ്റിലേക്ക് നയിക്കാനുള്ള ഒരു കാഴ്ചയും അവർ കാണേണ്ടതില്ല അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ അവർ തീരുമാനിക്കപ്പെടുന്ന കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കാനും അങ്ങനെയുള്ള ആളുകൾക്ക് കഴിയും. ഇനി മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, നമുക്കുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ച ഈ ഒരു പരിമിതിയിൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ വലിയ രൂപത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നാളെ പാരത്രികമായി നേടാൻ കഴിയും എന്നുള്ളതുമാണ്. അപ്പം ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾക്കുള്ള ചിന്തകളാണ് ഞാൻ പറയാൻ പോണത്. ചില ആളുകളെങ്കിലും, വളരെ കുറഞ്ഞ ചില ആളുകൾ, അവർ ചിന്തിക്കുക
ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട്. ജനിച്ചത് മുതൽ എനിക്ക് ഈ ഭൂമിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ മക്കളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണോ പുറത്തു വന്നത് ആ ഉമ്മയെയോ ഉപ്പയെയോ ഒരു നോക്ക് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തൊരു പ്രയാസാണ്, എന്തൊരു എടങ്ങാറാണ്, എന്തൊരു ശാപമാണ് എന്ന് പറഞ്ഞ് അതിനെ ശപിക്കുന്ന, അതിൽ ദേഷ്യപ്പെടുന്ന, ആ ദേഷ്യം പിന്നീട് സങ്കടമായും അവർ വിഷാദ രോഗത്തിലേക്ക് പോയും ആകെപ്പാടെ ചടച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന കുറഞ്ഞ ചില ആളുകൾ, ഞാൻ പറഞ്ഞ ഈ കൂട്ടത്തിൽ അങ്ങനെ ആളുകൾ ഉണ്ട് എന്നല്ല, നമ്മളെല്ലാവരും ഉറച്ച ബോധ്യമുള്ള ആളുകളാണ്. പക്ഷേ നമ്മളെയൊക്കെ പോലെയുള്ള ചില ആളുകൾ ഈ പരിമിതിയിൽ മനം തൊന്ത് അതിൽ ഡിപ്രഷനിലേക്ക് പോയി അവസാനം ആത്മഹത്യയിലേക്ക് വരെ, നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള കുടുംബത്തിലേക്ക് പോലെ ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന ഒരുപാട് ആളുകൾ. അവർ ഒരു പരിധി വിട്ട് ചില ആളുകൾക്ക് പറയാറുണ്ട്, അള്ളാഹു എന്തൊരു ക്രൂരനാണ്, എന്നാലും എന്നോട് റബ്ബ് ഇത് ചെയ്തല്ലോ, എന്നോട് ഇത് ചെയ്യേണ്ടിയിരുന്നില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നൊക്കെ പറയുന്ന ആളുകളെയും പലപ്പോഴും കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ചില ചിന്തകളാണ്. ആ ചിന്ത പോയി നേരത്തെ പറഞ്ഞതുപോലെ ശിർക്കിലേക്കും കുഫറിലേക്കും വരെ അല്ലേ. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിൽ ഭരമേൽപ്പിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ് അല്ലേ, ഒരു സംശയവുമില്ല. പക്ഷേ അതിന് പകരം അള്ളാഹു അല്ലാത്തവരിലേക്ക്, ഉറുക്കിലേക്കും ഏലസിലേക്കും പിന്നെ മന്ത്രവാദങ്ങളിലേക്കും ഒക്കെ എത്തുന്ന അവസ്ഥയും കാണാൻ കഴിയും. ഒരിക്കലും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അതൊന്നും. നാം ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം ആളുകൾ അല്ലേ, മോശം ചിന്തയാണിതൊക്കെ നമുക്കറിയാം, ആ കൂട്ടം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരിക്കലും അതിലേക്ക് പോവാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് വേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ വളരെ പച്ചയായി പറയാൻ കേട്ടോ, ജീവിതം എന്ന് വെച്ചാൽ അത് സന്തോഷം മാത്രമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല. സങ്കടം മാത്രമാണോ? അതുമല്ല. സന്തോഷ സന്താപ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയാറുണ്ട് അല്ലേ. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പിന്നെയും സന്തോഷം വരും, പിന്നെയും സങ്കടം വരും. ഒരു കയറ്റുണ്ടെങ്കിൽ ഇറക്കണ്ടല്ലോ അല്ലേ. ഇന്നമഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസമുണ്ടെങ്കിൽ അവിടെ അപ്പുറത്തൊരു എളുപ്പമുണ്ട് എന്ന ബോധ്യമാണ് നമുക്കൊക്കെ ഉണ്ടാവുക അല്ലേ. ഒരു ടണലിലൂടെ കയറുമ്പോൾ തൊട്ടപ്പുറത്തൊരു വെളിച്ചം വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. ആ രൂപത്തിൽ പ്രതീക്ഷയാണ് എപ്പോഴും നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. സന്തോഷമുണ്ടോ, തൊട്ടപ്പുറത്തൊരു സങ്കടം വരാനുണ്ട് അല്ലേ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ എന്നത് എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം നോക്കിക്കാണാൻ നമ്മെ സഹായിക്കുന്ന, അങ്ങനെ ആവണല്ലോ നമ്മൾ അല്ലേ. അള്ളാന്റെ പരീക്ഷണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ക്ഷമിച്ച് സഹിച്ച് അതിന് സന്തോഷത്തോടെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഹൈറിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. വേദന, നിങ്ങൾക്കൊക്കെ വേദന ഉണ്ടായിട്ടില്ലേ? ശാരീരികമായ വേദന, മാനസികമായ വേദന വേറെയാണ് അല്ലേ. മുള്ള് തറയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ശരീരത്തിൽ ഒരു മുള്ളു കൊത്താത്ത ആരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല അല്ലേ. ഈ മുള്ളു വേണ്ട, മുട്ടുസൂചി, കൂർപ്പുള്ള വസ്തുക്കൾ, ഇതൊക്കെ കുത്തിയ ആളുകളല്ലേ നമ്മൾ. അപ്പോൾ ഉണ്ടാവുന്ന വേദന അത് അനുഗ്രഹമാണോ അതോ ശാപമാണോ? അനുഗ്രഹമല്ല ശാപമല്ല എന്നുള്ള അഭിപ്രായമാണ് കുറെ പേർക്ക് അല്ലേ. യഥാർത്ഥത്തിൽ ആ വേദനയും ഒരു അനുഗ്രഹമാണ് എന്ന് ഒരു ഡോക്ടറായ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിക്കണം. അതിലേക്കാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വേദന ഒരു അനുഗ്രഹമാണ്, ഒരു സംശയവും വേണ്ട. നമ്മുടെ ശരീരത്തിൽ നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ് എന്ന് ഞാൻ പരലോകത്തെ ആലോചിച്ചല്ല പറയുന്നത്. പരലോകത്തെ സംബന്ധിച്ച് നമുക്ക് അനുഗ്രഹം ഒരു സംശയമില്ല അല്ലേ. ഇവിടെ വേദനിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒരു മുള്ളു തറച്ചാൽ കൂടി നമുക്ക് അതിന് നാളെ, ഒരു തലവേദന ഉണ്ടെങ്കിൽ പോലും നാളെ പരലോകത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കും അല്ലേ. എന്നാൽ ശാരീരികമായിട്ട് ഇവിടെയുള്ള വേദന നമുക്ക് ഇവിടെ തന്നെ അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെറിയൊരു കുട്ടി, ചെറിയ മോൻ അല്ലെങ്കിൽ മോൾ പുറത്ത് കളിക്കാൻ വേണ്ടി പോവാണ്. ആലോചിച്ച് നോക്കണേ. കളിക്കാൻ വേണ്ടി പോയി, അവിടെ ഒരു റോസാ ചെടി കണ്ടു. ആ റോസാ ചെടി പിന്നെ അതിൻ്റെ മുള്ള് കുറച്ച് താഴ്ഭാഗത്തായിരുന്നു. ആ കുട്ടിയുടെ കാലിൽ തറച്ചു. അത്യാവശ്യം നല്ല ഒരു മുറി ആ കുട്ടിയുടെ കാലിൽ മൊത്തം വിണ്ട് കീറി പൊട്ടി വന്നു. ആ കുട്ടി സ്വാഭാവികമായിട്ടും ആ മുള്ള് കൊള്ളുമ്പോൾ ഒരു വേദന ഉണ്ടാവുമല്ലോ, കരയോലോ അല്ലേ. ആ കരച്ചിലൂടെ നമ്മുടെ അടുക്കലേക്ക് ഓടി വരും, നമ്മൾ ആശ്വസിപ്പിക്കും, ആ മുറിവ് ഉണക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കും. എന്നാൽ ആ കുട്ടിക്ക് എങ്ങാനും വേദന ഇല്ലാത്തൊരവസ്ഥയായിരുന്നെങ്കിലോ? ആ കുട്ടി വേദന അറിയുന്നില്ല. നമ്മൾ തന്നെ കാലിൽ ഒരു വലിയ മുറിവുണ്ടായ സമയത്ത് നമ്മൾ വേദന അറിയുന്നില്ല, ചോര പുറത്തേക്ക് വന്നു. ചോര വരും, നമ്മൾ അറിയണില്ല. വേദനിച്ചാലേ നമ്മൾ അറിയുള്ളൂ. വേദന ഇല്ലാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അപ്പോൾ ചോര പുറത്തു വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല, നമ്മളങ്ങനെ നടന്നു പോവാണ്. നമ്മൾ നേരെ നമ്മുടെ വീട്ടിൽ പോകുന്നു, പുറത്തു വരുന്നു, ബാത്റൂം പോകുന്നു, അങ്ങാടിയിൽ പോകുന്നു, എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് ചോര ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോയിട്ടുള്ള അവസ്ഥ. നമുക്ക് അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയുമോ? ചോര ഒലിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇല്ല. ആ അവസ്ഥയിൽ വേദന അനുഗ്രഹമല്ലേ. വേദന ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ തിരിച്ചറിയുള്ളൂ. ഇനി നമ്മളെ വീട്ടിലൊരു കുട്ടി, എളുപ്പത്തിൽ മനസ്സിലാവാനാട്ടോ, ഒരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക.
കുട്ടികൾക്ക് പൊതുവെ മെഴുകുതിരി കൗതുകമാണ് അല്ലേ? മെഴുകുതിരി കാണുമ്പോൾ അതിൻ്റെ വെളിച്ചം കാണുമ്പോൾ പോയി തൊടാനൊക്കെ നോക്കും. നമ്മൾ എന്ത് ചെയ്യും? പിടിച്ചു മാറ്റൂല്ലേ? കാരണം തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. ആ പൊള്ളുന്നത് എന്തുകൊണ്ടാ? വേദന ഉള്ളതുകൊണ്ടാണല്ലോ പൊള്ളുന്നത് അല്ലേ? ആ പൊള്ളലാണ് അവിടെ വേദന. ആ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് കൈയെടുക്കും അല്ലേ? ഇൻ കേസ് ആ കുട്ടിക്ക് വേദന ഇല്ല എന്ന് വിചാരിച്ചു നോക്കും നിങ്ങള്. നേരത്തെ പറഞ്ഞ പോലെ ആ കുട്ടിക്കും വേദന ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? ആ കുട്ടി പോയി തൊടുന്നു, വേദനയില്ല, വീണ്ടും തൊടുന്നു, അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പൊട്ടി പൊള്ളി 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 ശരീരത്തിലേക്ക് ആ തീ ഇങ്ങനെ കയറി. ആ കുട്ടി ഒന്നും അറിയണില്ല, ഒരു പ്രശ്നമില്ല. തീ ഇങ്ങനെ പൊള്ളി പൊള്ളി ശരീരം മൊത്തം അങ്ങനെ പൊള്ളലേറ്റ് ആ ഡ്രസ്സും ഒക്കെ ഇങ്ങനെ കത്തി കത്തി പോകുമ്പോഴും ആ കുട്ടി ഒന്നും അറിയാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. എത്രത്തോളം ഭീകരമായിരിക്കും. ഞാൻ പറഞ്ഞൊരു വേദന അനുഗ്രഹമാവുന്ന 1-2 സമയങ്ങൾ മാത്രമാണ്. ഒരൊറ്റ ഉദാഹരണം കൂടി പറയാം. ഇന്ത്യയിൽ കുഷ്ഠരോഗം കുറച്ച് കൂടുതലാണ്. കുഷ്ഠരോഗികൾ കേട്ടിട്ടില്ലേ നിങ്ങൾ? ലെപ്രസി. കുഷ്ഠരോഗികൾക്ക് അവർക്കൊരു പ്രത്യേകത ഉണ്ട്. ശരീരത്തിന് ചില ഭാഗങ്ങളിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, തൊട്ടാൽ ആ തൊട്ടുന്നത് അറിയില്ല. അപ്പോൾ അങ്ങനൊരു രോഗമാണ് കുഷ്ഠരോഗം. ഇന്ത്യയിൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കുഷ്ഠരോഗികളെ പറ്റി ഒരു ബ്രിട്ടീഷ് ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണം ചെയ്യാണ്. ഡോക്ടർ പോൾ ബ്രാൻഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കുറേ ഗവേഷണങ്ങൾ നടത്തി അവസാനം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവിടെ കുറേ കുഷ്ഠരോഗികളുണ്ടെന്ന് കണ്ടപ്പോൾ ഇവിടെ വന്ന് അദ്ദേഹം പരീക്ഷണം നടത്തുകയാണ്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ വളരെ കൗതുകകരമായ ചില കാഴ്ചകൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം ചെറിയ കുട്ടികളിൽ പഠനം നടത്തി. എന്താണ് ഈ കുഷ്ഠരോഗികൾക്ക് ഉണ്ടാകുന്നതെന്ന് പഠനം നടത്തി. അപ്പോൾ അതിൽ ഒരു കുട്ടി ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒന്ന് പറഞ്ഞു, സാറേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കുഷ്ഠരോഗിയാണ്, കുറേ കാലമായിട്ട് എൻ്റെ ചികിത്സയിലാണ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ കൈയിൻ്റെ അറ്റഭാഗവും കാലിൻ്റെ അറ്റഭാഗവും ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എന്നെ മുറിഞ്ഞു പോവാണ്. അതെന്താ ഇതിൻ്റെ കാരണം? ഇപ്പോൾ ഡോക്ടറൊക്കെ അത്ഭുതപ്പെട്ടു. ഈ കുഷ്ഠരോഗത്തിൽ ഒരിക്കലും കയ്യും കാലൊന്നും മുറിഞ്ഞു പോണ പ്രശ്നമൊന്നും ഒരിക്കലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതെന്തോ ഒരു പ്രത്യേക കേസാണല്ലോ. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര കൗതുകം തോന്നി. അദ്ദേഹം ആ കുട്ടിയെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. ആ കുട്ടിക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല. രോഗത്തിൻ്റെ അവസ്ഥയും ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ സാധാരണ കുഷ്ഠരോഗിയെ പോലെ തന്നെയാണ് കുട്ടി. പക്ഷെ എന്തുകൊണ്ടാണ് കൈയിൻ്റെയും കാലിൻ്റെയും അറ്റമൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറിഞ്ഞു പോണത്? അദ്ദേഹം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. ആ കുട്ടി രാത്രി ഉറങ്ങുമ്പോൾ ആ കുട്ടീനെ ഇങ്ങനെ നോക്കി, നന്നായി നിരീക്ഷിച്ചു. ആ കുട്ടി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം ആ കുട്ടിയെ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ അടുക്കലേക്ക് ആ വീട്ടിൽ താഴെ നിലത്തുറങ്ങി കിടക്കുകയാണ്. അവിടെ ഒരു എലി വരുന്നുണ്ട്. ഒരു എലി വന്ന് ആ കുട്ടിയുടെ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ അറ്റഭാഗങ്ങൾ, വിരലിൻ്റെ അറ്റഭാഗങ്ങൾ അത് കരണ്ട് കാർന്ന് ഇങ്ങനെ തിന്നാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ആ കുട്ടി ഉറങ്ങുകയാണ്, ആ കുട്ടി അറിയുന്നില്ല. കാരണം എന്താ? ആ കുട്ടിക്ക് വേദന അറിയില്ല അല്ലേ? കുഷ്ഠരോഗം കാരണം കൈയിൻ്റെയും കാലിൻ്റെയും മറ്റേ ഭാഗത്തുനിന്നുള്ള വേദന ആ കുട്ടി അറിയുന്നില്ല. അങ്ങനെ വേദന അറിയാതെ തൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ മറ്റു ഭാഗങ്ങൾ മുറിഞ്ഞ് അവിടുന്ന് ചോരയൊക്കെ ഒലിച്ച് ആ കുട്ടി അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഈ ഡോക്ടർ ആ കുട്ടി വിളിച്ചില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കുട്ടി വീണ്ടും എഴുന്നേറ്റ് ഇത് കാണുമ്പോഴാണ് ഈ കുട്ടി അറിയണത് എൻ്റെ കൈയും കാലൊക്കെ പിന്നെയും മുറിഞ്ഞല്ലോ. ഈ ഡോക്ടർ ആകെ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. എങ്ങനെയും ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ രോഗം അനുഭവിക്കുന്ന ആളുകളെ രക്ഷിക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ പ്ലാൻ ചെയ്തു. അദ്ദേഹം പിന്നെയും കുറേ ഗവേഷണമൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ ഈ സങ്കടം അദ്ദേഹം ഒരു പുസ്തകമായിട്ട് എഴുതുന്നുണ്ട്. എന്തറിയോ പുസ്തകത്തിൻ്റെ പേര്? ആർക്കെങ്കിലും അറിയോ? ആ പുസ്തകത്തിൻ്റെ പേര് ദ ഗിഫ്റ്റ് ഓഫ് പെയിൻ എന്നാണ്. വേദന എന്ന സമ്മാനം. വേദന ഒരു സമ്മാനമാണെന്ന് ആ ഡോക്ടർ പറയാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേദന ഒരു അനുഗ്രഹമാണെന്ന്. ഇപ്പം മനസ്സിലായോ? വേദന നമുക്കൊരു അനുഗ്രഹമാണ് പല രൂപത്തിലും. നമ്മളെ വേദനയാകുന്ന അനുഗ്രഹം അറിയാതെ പോകുമ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവും എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വേദന പോലുള്ള പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാൻ വേണ്ടിയാണ് അല്ലേ? നമുക്കൊരു പരിമിതി മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒന്നാമതായി അള്ളാഹു നൽകിയത് അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നടിച്ചൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്തറിയോ? അഹങ്കാരമാണ്. എനിക്കെല്ലാം ഉണ്ട്, വളരെ മനോഹരമായി ഈ ഭൂമിയെ കാണാനും കേൾക്കാനും ചിന്തിക്കാനും ഇവിടെ ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് ഓടി നടക്കാനും ഈ ഒരു യൗവനത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ച ആളുകൾക്ക് ഉണ്ടാവുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, അതിൽ അഹങ്കരിക്കുക. 2, അതിൽ സ്വാർത്ഥത കാണിക്കുക. എനിക്ക് അള്ളാഹു കുറച്ച് അനുഗ്രഹങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാനതിൽ അള്ളാഹുവിന് നന്ദി കാണിക്കല്ലേ വേണ്ടത്? മറിച്ച് ചില ആളുകളൊക്കെ ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, ഞാൻ പിന്നെ അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ട് കിട്ടിയ അനുഗ്രഹമൊന്നും അല്ല, മറിച്ച് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എന്ന ചിന്തയിലേക്ക് അവർ പതിയെ എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിനൊക്കെ മാറി റബ്ബ് നമുക്ക് ചില പരീക്ഷണങ്ങൾ തരുമ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനാണ് പലപ്പോഴും അതിനെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ ഉദാഹരണം പറയാം. അലി ബനാത്തിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരായിരുന്നു അലി ബനാത്ത്? ഒരു യുവാവായിരുന്നു അല്ലേ? അദ്ദേഹം മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രമുഖനായ യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് വെറും 30 ചില്ലാനും വയസ്സാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു യുവാവ്. അദ്ദേഹം വളരെ ആർഭാടപൂർണമായ ഒരു ജീവിതം, വലിയ ധനികനായിരുന്നു, ഭയങ്കര റിച്ച് ആയിരുന്നു അദ്ദേഹം.
അപ്പോൾ പിന്നെ ഏറ്റവും നല്ല മുന്തിയ ഇനം കണ്ണടകളും വാച്ചുകളും ഡ്രസ്സുകളും ബ്രാൻഡഡായ ഷൂകളും ഒക്കെ ധരിച്ച് കുറച്ച് ആഡംബരമായ കാറിലൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തനിക്ക് കിട്ടിയ പൈസയെ ദൂർത്തടിച്ച് ചെലവഴിച്ചിരുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആർഭാടപൂർവ്വം ജീവിച്ചൊരു വ്യക്തി അദ്ദേഹത്തിന് 35-ാമത്തെ വയസ്സാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഡോക്ടർ വരികയാണ്. അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് ഡോക്ടർ വരികയാണ്. താങ്കൾ ഇന്നൊരു ടെസ്റ്റ് നേരത്തെ ചെയ്തിരുന്നു, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, താങ്കൾക്ക് ക്യാൻസറാണ്, താങ്കൾക്ക് ഇത്ര വയസ്സ് മാത്രമേ ഇനി ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞ് ഒരു 7 മാസത്തെ ആയുസ് അദ്ദേഹത്തിന് എഴുതി നിശ്ചയിക്കുകയാണ്. ഇദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹം സ്വയം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് താൻ എന്താണ് ഇത്രയും കാലം ചെയ്തു കൂട്ടിയിരുന്നത്? അദ്ദേഹം ആലോചിച്ച ഒരു പോയിന്റ് അദ്ദേഹം പിന്നീട് പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 35 വർഷവും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ജീവിച്ചു. അപ്പോഴൊക്കെ എൻ്റെ റബ്ബ് എന്നോട് പറയുന്നുണ്ടായിരുന്നു, അലി ബനാത്ത് താങ്കൾ മരണപ്പെടും, അലി ബനാത്ത് താങ്കൾ മരണപ്പെടും എന്ന് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാനത് കേട്ടില്ല. ഇപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അലി ബനാത്ത് താങ്കൾ മരണപ്പെടാൻ പോവുകയാണ്. ആ ഡോക്ടർ എന്നോട് വന്ന് പറയേണ്ടി വന്നു എനിക്കൊരു തിരിച്ചറിവുണ്ടാവാൻ എന്ന് അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, അങ്ങനെ അനുഗ്രഹങ്ങൾ അള്ളാഹു തിരിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കൊരു പരീക്ഷണമുണ്ടെങ്കിൽ എന്താ ചിന്തിക്കേണ്ടത്? അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണത് എന്ന് ആലോചിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാനുകോടി രൂപയൊക്കെ അദ്ദേഹം പിന്നെ ആഫ്രിക്കയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ പഠനത്തിനും അവിടെ പള്ളി ഉണ്ടാക്കാനും ഒക്കെയായി അദ്ദേഹം ചാരിറ്റിയിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ അപ്പം അദ്ദേഹത്തിൻ്റെ കഥ അങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലെ മുഹമ്മദ് അലി കേട്ടിട്ടില്ലേ നിങ്ങൾ? മുഹമ്മദ് അലി ആരായിരുന്നു? ഒരു ബോക്സർ അല്ലേ? പണ്ട് കാലത്ത് ഭയങ്കര ഫേമസ് ആയ ഒരു റെസ്ലിംഗ് ഇതിഹാസമായിരുന്നു മുഹമ്മദ് അലി. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് അദ്ദേഹത്തിന് ഭയങ്കര അഹങ്കാരമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ആം ദ ഗ്രേറ്റസ്റ്റ്, ഞാനാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള മഹാനായിട്ടുള്ളത് എന്ന് അദ്ദേഹം അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് പറയുന്ന ചില വർത്തമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ അവസാന കാലമായപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ അദ്ദേഹത്തിന് പിടിപെട്ടുകൊണ്ട് അദ്ദേഹം ഓർമ്മയും ബുദ്ധിയുമൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നോ, അള്ളാഹ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, അള്ളാഹുവാണ് ഏറ്റവും മഹാനെന്ന് അദ്ദേഹം പിന്നീട് മാറി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു പരീക്ഷണം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. രണ്ടാമതായിക്കൊണ്ട് ഒരുപക്ഷെ ആ പരീക്ഷണത്തിലൂടെ ആയിരിക്കും നമ്മുടെ രക്ഷയുണ്ടാവുക. ആ പരീക്ഷണം ലഭിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് പുതിയൊരു അവസരം തുറന്നു കിട്ടുക. ഒരു ഉദാഹരണം പറയാം. ഒരുപക്ഷെ നമ്മളൊരു ബിസിനസ്സുകാരാന്ന് വിചാരിച്ചു നോക്കി നിങ്ങൾ. നമ്മളൊരു ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് രംഗത്തിറങ്ങുകയാണ്. എനിക്ക് ബിസിനസ്സാണ് ഏറ്റവും നന്നാവുക എന്ന് തീരുമാനിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ്. ആ ബിസിനസ് ഒരുപക്ഷെ അതങ്ങോട്ട് പൊട്ടി പാളീസായി എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. എന്താ നമ്മൾ തീരുമാനിക്കുക? ആകെ പോയി, എല്ലാം തകർന്നു എന്നാണോ? അല്ല, മറിച്ച് എന്താ തീരുമാനിക്കേണ്ടത്? ഈ ബിസിനസ് ഒരുപക്ഷെ എനിക്ക് ചേർന്നതായിരിക്കില്ല, മറിച്ച് എൻ്റെ പിന്നെ ഉത്തരവാദിത്വം ചിലപ്പോൾ മറ്റെന്തെങ്കിലും കച്ചവടമായിരിക്കും, മറ്റെന്തെങ്കിലും ജോലിയായിരിക്കും, ബിസിനസ് അല്ലാത്ത അധ്യാപനമോ അല്ലെങ്കിൽ ടൈലറിങ്ങോ കൂലിപ്പണിയോ ഒക്കെ ആയിരിക്കും എൻ്റെ ജോലി, എന്നെ ഏൽപ്പിച്ചത് അതായിരിക്കും എന്ന് തീരുമാനിച്ച് തൻ്റെ കഴിവുകളെ കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു പരീക്ഷണം വരുന്നതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മുടെ രക്ഷാമാർഗത്തെ കണ്ടെത്താൻ നമ്മൾ സഹായിക്കുവാനും അതിനൊക്കെ സാധിക്കുന്നുള്ളതാണ്. ആലോചിച്ച് നിങ്ങൾ, 50-ാമത്തെ വയസ്സിൽ സ്ട്രോക്ക് ബാധിച്ച ആളുകളുണ്ട്. സ്ട്രോക്ക് എന്ന് വെച്ചാൽ എന്താ? പക്ഷാഘാതം അല്ലേ? തൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ അല്ലെങ്കിൽ അരയ്ക്കു താഴെയൊക്കെ തളർന്നു പോകുന്ന ആളുകളുണ്ട്. പിന്നെ ഇത് പൊക്കാൻ കഴിയില്ല, കാലൊന്ന് പൊക്കാൻ വിചാരിച്ചാൽ പോലും പൊക്കാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലാകുന്ന ആളുകൾ അവർ പലപ്പോഴും പറയാറുണ്ട്, 50 വയസ്സിൽ സ്ട്രോക്ക് ബാധിച്ച് പിന്നീട് 55 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തി അദ്ദേഹം ആ ബാധിച്ച സമയത്ത് പറഞ്ഞൊരു വർത്താനുണ്ട്, കഴിഞ്ഞ 50 വയസ്സും ഞാൻ വളരെ മോശമായിട്ടായിരുന്നു ജീവിച്ചത്, അവസാനത്തെ ഈ 5 വർഷം ഉണ്ടല്ലോ, എനിക്കിത് ബാധിച്ചതിന് ശേഷമുള്ള ആ 5 വർഷക്കാലം, ആ സമയമാണ് ഞാൻ അള്ളാഹുവിനെ കൂടുതൽ അടുത്തുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ കാണിച്ച് ജീവിച്ചത്. ആലോചിക്കൂ, ആ 50 വർഷത്തേക്കാൾ ഏറെ ആ 5 വർഷമാണ് അദ്ദേഹത്തിന് പരലോകത്ത് ഉപകാരമുണ്ടായേക്കുക അല്ലേ? ഇനി ഒരുപക്ഷെ ആ വ്യക്തി നല്ലതൊന്നും ചെയ്തില്ല എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ആ സ്ട്രോക്ക് ബാധിച്ച വ്യക്തി അദ്ദേഹം നല്ലതായിട്ടൊന്നും ചെയ്തിട്ടില്ല, എങ്കിൽ പോലും അദ്ദേഹത്തെ പരിചരിക്കാൻ വരുന്നൊരു കൂട്ടം ആളുകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയാവട്ടെ, ഉമ്മയാവട്ടെ, പരിചാരകരാവട്ടെ, അവർക്ക് എത്ര കൂലിയ കിട്ടുക? അദ്ദേഹം ഒരു രോഗിയായിരിക്കുമ്പോൾ ആ രോഗിയെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ എത്ര കൂലിയ കിട്ടുക? അദ്ദേഹത്തിലൂടെ അദ്ദേഹം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വരെ കൂലി കിട്ടുമെങ്കിൽ, നമുക്കൊരു പരീക്ഷണം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമുക്കും മറ്റുള്ളവർക്കും എല്ലാം ഖൈർ മാത്രമേ ഉണ്ടാവൂ എന്ന ബോധ്യമാണ് വിശ്വാസികളായി നമുക്ക് ഉണ്ടാവേണ്ടത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമുക്കൊക്കെ വീട്ടിൽ മാവില്ലേ അല്ലേ? മാമ്പഴം ഉണ്ടാവുന്ന, ഇപ്പോൾ മാങ്ങയുടെ ഒരു സീസണാണല്ലോ, മാവ് ഉണ്ടാവുന്ന ആ പിന്നെ ഒരു മാങ്ങ മരം, ആ മാങ്ങ മരത്തിന്റെ നമ്മുടെ വീട്ടിലൊരു മാങ്ങ മരത്തിന്റെ മുകളിൽ നല്ലൊരു മാങ്ങ ഉണ്ടായെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ആ മാങ്ങ ഒരു അണ്ണാൻ വന്ന് കൊത്തിപ്പോയാലേ നമുക്കൊക്കെ സങ്കടം ഉണ്ടാവില്ലേ അല്ലേ? നമ്മൾക്ക് ഒരു കാത്തു സൂക്ഷിച്ച് വെച്ചൊരു മാമ്പഴമായിരുന്നു അല്ലേ, അത് ആര് കൊണ്ടുപോയി? അണ്ണാൻ കൊണ്ടുപോയി. സങ്കടപ്പെടുന്ന നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ ആ മാവിലെ ഒരു മാങ്ങ അണ്ണാൻ കൊത്തി പോയിട്ടുണ്ടെങ്കിൽ
ഒരുപക്ഷെ ആ മാങ്ങ കൊത്തുന്നത് നമ്മുടെ മാവിൽ നിന്ന് വ്യത്യസ്തമായി തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ അയൽവാസിയുടെ മാവിൽ നിന്ന് മാങ്ങയാണ് കൊത്തിക്കൊണ്ടുപോയതെങ്കിലോ അതിന്റെ കൂലി നമുക്ക് കിട്ടുമോ? ഒരിക്കലും ഇല്ല അല്ലേ? നമ്മുടെ മാവിലെ മാങ്ങയാകുമ്പോൾ മാത്രമേ നമുക്കതിന്റെ കൂലി കിട്ടൂ എന്ന ബോധ്യം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഒരു പരീക്ഷണം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, കാഴ്ച പരിമിതി ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരുപക്ഷെ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യാനും, ചിലതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനും, ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ചില സമയങ്ങളായിരിക്കാം. ഒരു വ്യക്തി ആലോചിച്ച് നോക്കൂ, വിശപ്പ്. എല്ലാവർക്കും വിശക്കുന്നില്ലേ? ഉച്ചഭക്ഷണത്തിന് സമയമാറില്ലേ? ചരിത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിശപ്പ് എന്നുള്ളത് ഭയങ്കരമായൊരു അനുഗ്രഹമാണ്. മനുഷ്യന് വിശപ്പ് ഉണ്ടായതുകൊണ്ടാണ്, വിശപ്പ് എന്ന വികാരം ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യൻ പല കാര്യങ്ങളും തേടിപ്പോയി. കൃഷിയെ തേടിപ്പോയി, അവന് ജീവിക്കാൻ ആവശ്യമായ പലതും കണ്ടെത്താൻ തുടങ്ങി. ഈ വിശപ്പ് എന്നുള്ള വികാരം അവന് ഇല്ലായിരുന്നെങ്കിൽ അവൻ അതിലേക്ക് ഒന്നും പോവില്ലായിരുന്നു. പണ്ട് കാലം മുതൽ മനുഷ്യൻ മടിയനായി കുഴിമടിയനായി ജീവിക്കുമായിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടാവുന്നതാണ് നമ്മുടെ ഭാവിയിലെ ഉയർച്ചയ്ക്ക് അത് കാരണമാവുക എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഈ സ്ട്രെയിറ്റ് റോഡായ റോഡും വളഞ്ഞു തിരിഞ്ഞ റോഡും, ഇത് രണ്ടിലൂടെയും പിന്നെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ഏതാ നല്ല ഡ്രൈവർ? വളവും തിരിവും മുന്തും മൊഴിയും പിന്നെ കുണ്ടും കുഴിയൊക്കെയുള്ള റോഡിലൂടെ ഓടിക്കുന്ന ഡ്രൈവർ അല്ലേ? അങ്ങനെ പ്രയാസങ്ങളിലൂടെ പോകുമ്പോഴേ നമുക്ക് നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്ന ചിന്ത നമുക്ക് വേണം. ഒരു ഉദാഹരണം കൂടി പറയാം. ഈ മെഡിക്കൽ ഭാഷയിൽ സാധാരണ ഈ കുട്ടികൾ ജനിക്കുമ്പോൾ സിസേറിയനിലൂടെ ജനിക്കുന്ന കുട്ടികളുണ്ടാവും, സുഖപ്രസവത്തിലൂടെ ജനിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? നോർമൽ ഡെലിവറി, ഇത് രണ്ടും ഉണ്ടല്ലോ. ഇതിൽ ശരിക്കും പ്രയാസം ഏതാണ്? നോർമൽ ഡെലിവറിയാണ് കുറച്ചുകൂടി പ്രയാസം അല്ലേ? അത്യാവശ്യം നല്ല പ്രയാസപ്പെട്ട് ഉമ്മ അത്യാവശ്യം കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊക്കെ പ്രസവിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ ഈ നോർമൽ ഡെലിവറിയും സിസേറിയനിലൂടെ ജനിക്കുന്ന കുട്ടികൾക്കും പ്രത്യേകതകളുണ്ട്. പലപ്പോഴും പറയാറുള്ളത്, നോർമൽ ഡെലിവറിയിലൂടെ ജനിക്കുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ പുറത്തു വരുന്ന കുട്ടികൾക്ക് അവർക്ക് സിസേറിയനിലൂടെ കുറച്ച് എളുപ്പത്തിൽ ജനിക്കുന്ന കുട്ടികളെക്കാൾ പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. എന്തതിന്റെ കാരണം? ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള വ്യത്യസ്തങ്ങളായ ബാക്ടീരിയകളൊക്കെ തരണം ചെയ്തുകൊണ്ട് വരുന്ന ആ കുട്ടികൾക്ക് അവർക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പ്രതിരോധ ശേഷിയും കൂടുതലായിരിക്കും, ഇമ്മ്യൂണിറ്റി പവർ കൂടുതലായിരിക്കും. എന്നാൽ സിസേറിയനിലൂടെ വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഇവരെക്കാളും കുറച്ച് കുറവായിരിക്കും എന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രയാസങ്ങളുണ്ടോ അതിനുള്ള ഹൈറും നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഇസ്ലാമികമായിട്ട് ആലോചിച്ചു, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ അയ്യൂബ് നബിയുടെ കഥ, ചരിത്രം അല്ലേ? എത്ര അനുഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. ജീവിതത്തിൽ അള്ളാഹു നൽകേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഒരു പൂർണ്ണതയിലേക്ക് വരെ എത്തിച്ച ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, വലിയ കൃഷികൾ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ധനമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രവാചകത്വം കൂടി ലഭിച്ചു. ഇതിന് മേലെ എന്തൊരു വ്യക്തിക്ക് ലഭിക്കാനുള്ളത്? അതൊക്കെ കൊടുത്തിട്ട് അള്ളാഹു അതിൽ ഓരോന്നോരോന്നായി തിരിച്ചെടുക്കാൻ തുടങ്ങി. ഒരു രോഗം അദ്ദേഹത്തിന് കൊടുത്തു. തൻ്റെ മക്കളെല്ലാം ഓരോ സമയമായി തൻ്റെ അടുക്കൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹം ഒറ്റയ്ക്കാവാൻ തുടങ്ങി. കൂടെ ആര് മാത്രം ഉണ്ടായി? തൻ്റെ ഭാര്യ മാത്രം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തി. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം പറഞ്ഞ വാക്കെന്തായിരുന്നു അല്ലേ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അയ്യൂബ് നബി പറഞ്ഞു തോർക്കുക. അയ്യൂബ് നബി അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം ഇപ്രകാരമായിരുന്നു, അന്നി മസ്സനിയ ദുർറ്, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, വഅൻത അർഹമുർ റഹീമീൻ. അതിലാണ് നമ്മുടെ പോയിന്റ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, അത് അദ്ദേഹം ഉൾക്കൊണ്ടു. ശേഷം എന്താ പറഞ്ഞ്? വഅൻത അർഹമുർ റഹീമീൻ, റബ്ബേ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നത് നീ മാത്രമാണ് എന്ന് പറയാനുള്ള ഒരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായി. ഇത് എപ്പോഴും അദ്ദേഹം പറഞ്ഞെന്ന് അറിയുള്ളൂ, ഈ അനുഗ്രഹമൊക്കെ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ട്, തൻ്റെ മക്കൾ നഷ്ടപ്പെട്ട്, തൻ്റെ കൂടെയുള്ളവരെല്ലാം ഈ രോഗം കാരണം ഒറ്റയ്ക്കാക്കി, ആ രാജ്യത്തിൻ്റെ ഏറ്റവും മൂലയിൽ ഒരു സ്ഥലത്ത് മാത്രം തൻ്റെ ഭാര്യ മാത്രം കൂട്ടിന് വന്ന് മറ്റെല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കി പോയ ആ സമയത്താണ് അദ്ദേഹം ഇത് പ്രാർത്ഥിക്കുന്നത്. റബ്ബേ എനിക്കിത് ബാധിച്ചു, പക്ഷേ നീയാണ് കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യാൻ കഴിവുള്ളവൻ എന്ന് പറഞ്ഞ് ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അയ്യൂബ് നബിയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എന്താ പാട്ട്? രണ്ടുപേരും ഞാൻ പാടാം, ബാക്കി നിങ്ങൾ പാടുമോ? അയ്യൂബ് നബി കരഞ്ഞു, അല്ലാ നീ വിളി കേൾക്ക്, നീറുന്നു തമ്പുരാനേ, നോവുന്നു തമ്പുരാനേ, കാരുണ്യവാനല്ലോ നീ എന്നെ കരകേറ്റ് തമ്പുരാനേ. എന്താ പറഞ്ഞേ? കാരുണ്യവാനായ റബ്ബേ
നീ എന്നെ ഈ പ്രയാസത്തിൽ നിന്നും എങ്ങനെയും ഒന്ന് കരകയറ്റ റബ്ബേ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച ഒരു പാട്ടാണ് ഈ പാടിയത്. ഈ പാട്ട് പാടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീനൊന്നും ഇല്ലാത്തതുകൊണ്ട് പാടിയാൽ കുറച്ചുകൂടി കേൾക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഒരു പാട്ട് പാടിയത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാർ, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കറിയാം അല്ലേ, തീ കുണ്ടാരത്തിലേക്ക് അകപ്പെട്ട, യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി എത്രത്തോളം ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്. എന്ത് പ്രയാസമാണെങ്കിലും അവരൊക്കെ അതിനെ അർഹമുർ-റഹീമായ റബ്ബേ എനിക്ക് നീ ഈ പരീക്ഷണത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിച്ചു തരണേ എന്ന് വളരെ ക്ഷമയോടെ പോസിറ്റീവായി അതിൽ സഹിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ തൻ്റെ അജണ്ട എന്താണെന്ന് റീഡിഫൈൻ ചെയ്തുകൊണ്ട് അവർ പലപ്പോഴും പിന്നെ സ്വർഗം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ അവർ അതിലേക്ക് മാറ്റിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമുക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകാൻ സാധിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ കാഴ്ച പരിമിതിയുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്. എന്താണത്? കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇന്നല്ലാഹ ഖാല ഇദ ബതലൈതു അബ്ദി ബിഹബീബതൈഹി, എൻ്റെ അടിമയെ അവൻ്റെ 2 പ്രിയപ്പെട്ടവയെ കൊണ്ട് ഞാൻ പരീക്ഷിച്ചതിന് ശേഷം ഫസ്വബറ, അള്ളാഹു അവൻ്റെ അടിമയെ 2 പ്രിയപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ശേഷം എന്ത് ചെയ്തു? ആ വ്യക്തി എന്ത് ചെയ്തു? ഫസ്വബറ, അവൻ അതിൽ ക്ഷമിക്കുകയും ചെയ്തുവെങ്കിൽ അവ്വദതുഹു മിൻഹുമൽ ജന്ന, ഞാൻ അവന് സ്വർഗം നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താ 2 അനുഗ്രഹങ്ങൾ? 2 കണ്ണുകളാണെന്ന് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. ആ 2 അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരു വ്യക്തിയെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ ഫസ്വബറ, നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായും അവന് സ്വർഗമുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. തീർച്ചയായും നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മാറ്റി അതിനെ ഒന്ന് തരംതിരിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചു, കാഴ്ചയുള്ള വ്യക്തികൾ, ഇന്ന് നിറങ്ങളും ഈ വൈവിധ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, ഞങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. ഈ കാഴ്ചയുള്ള ആളുകൾക്കുള്ള 2-3 പരീക്ഷണങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ എന്ത് കാണണം എന്ന് അവർ തീരുമാനിക്കണം അല്ലേ, പക്ഷെ എന്ത് കാണരുത് എന്നും അവർ തന്നെ തീരുമാനിക്കണം. അവർ എന്ത് കാണണമെന്ന് മറ്റൊരാളും ഡിഫൈൻ ചെയ്യാൻ പാടില്ല എന്ന കാര്യവും അവർ തീരുമാനിക്കണം. എന്ന് പറയാൻ എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. എന്തൊക്കെ കാണാൻ പറ്റും? ഹലാലായതൊക്കെ കാണാൻ പറ്റും അല്ലേ. ഹറാം കാണാൻ പറ്റുമോ? ഹറാമിനോട് അടുക്കാൻ പോലും പറ്റില്ല അല്ലേ. വലാ തഖറബു സിന എന്ന് നമ്മളോടുള്ള കൽപ്പനയാണ്. എന്നാൽ അതുപോലും കാണേണ്ട ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും കാണാത്ത രൂപത്തിൽ അതിസൂക്ഷ്മമായി ജീവിക്കേണ്ട സാഹചര്യമുണ്ട്. മറ്റൊന്ന്, നമ്മൾ എന്ത് കാണണമെന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്ന അവസ്ഥയും ഇന്നുണ്ട്. എന്തായി പറഞ്ഞത്? നമ്മുടെയൊക്കെ കുട്ടികൾ പലപ്പോഴും ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ കാണാൻ കഴിയും. എന്താ കോസ്മെറ്റിക്സ്? സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലേ, ലിപ്സ്റ്റിക്ക് പോലെ. അവരുടെ സൗന്ദര്യത്തെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആൺകുട്ടികൾക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്ന് കാണിച്ച് അവർ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ആകർഷിക്കുമോ എന്നൊക്കെ കരുതിക്കൊണ്ട് സൗന്ദര്യത്തെ ഇങ്ങനെ വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളെ കാണാൻ കഴിയും. ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ്? ഒരിക്കലും അത് പാടില്ല അല്ലേ. ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും അത് പാടില്ല. ആർക്കാ പറ്റുള്ളൂ? തൻ്റെ ഭർത്താവിന് മുമ്പിൽ മാത്രമേ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പുറത്തു കാണിക്കാൻ പറ്റുള്ളൂ. ആ ബോധ്യമുള്ളൊരു മുസ്ലിം സ്ത്രീ എങ്ങനെ ഈ സൗന്ദര്യമൊക്കെ, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുക? അപ്പോൾ ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കാഴ്ചയുള്ള ആളുകൾക്ക് എന്ത് വേണം? സൂക്ഷ്മത വേണം. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കാഴ്ച പരിമിതി എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. അള്ളാഹു നമുക്ക് നൽകിയൊരു പരീക്ഷണമാണ്. ഇനി എന്ത് ചെയ്യണം? ഇതിൽ എങ്ങനെ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അടുക്കാം എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന് എന്താ വെച്ചാൽ, നമ്മുടെ ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിലാക്കണം. ഈ പരീക്ഷണത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അല്ലേ. അതൊരു പരീക്ഷണമാണ്. അത് തരണം ചെയ്യാൻ നമുക്ക് കഴിയും. പക്ഷെ എന്ത് ചെയ്യണം? ചില കാര്യങ്ങളോട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ ആരോഗ്യം. 2, നമ്മുടെ ഒഴിവ് സമയമാണ്. നമ്മുടെ ഇബാദത്തുകളെല്ലാം, നമ്മുടെ ആരോഗ്യമുള്ള ഈ ശരീരം കൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മൾ ചെയ്യുന്ന ആരോഗ്യം കൊണ്ട് ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മനോഹരമായിട്ട് ചെയ്യുക. ഈ ദഅവ മാർഗത്തിൽ പീസ് റേഡിയോട് പറഞ്ഞു. പീസ് റേഡിയോ ഒക്കെ നമുക്ക് അറിയുന്ന ആളുകളിലേക്കൊക്കെ എത്തിക്കുക. എന്ത് പണിയുള്ളത്? നമ്മുടെ വിരൽ തുമ്പുകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമ്മുടെ ചിന്തകൾക്ക് എന്തെങ്കിലും മരവിപ്പ് ബാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ചെറിയ ചില വിരലിറക്കം കൊണ്ട് നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിയാണ് അല്ലേ. നമ്മളൊരു കാഴ്ച പരിമിതനായ മറ്റൊരു സുഹൃത്തിന് ഈ ഒരു മെസ്സേജ് അയച്ചു കൊടുത്താൽ അവനിത് കാണാനും അവൻ്റെ കുടുംബം ഇത് കേൾക്കാനും അവൻ്റെ അടുത്തൊരു തലമുറയിലേക്ക് വരെ ഈ നന്മയുടെ സന്ദേശം എത്താനും കാരണമാവും അല്ലേ. അപ്പം അതും നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒഴിവ് സമയത്തെ അതിൽ ഈ പറഞ്ഞ പോലെ ഖുർആൻ പാരായണം ചെയ്യാനും, നമുക്ക് ഹലാലായ കലയാവട്ടെ, കാലിഗ്രഫി ആവട്ടെ, ഈ പല ഹലാൽ ഗെയിമുകൾ ഉണ്ടാവും, അതൊക്കെ നമുക്ക് കളിക്കാവുന്ന രൂപത്തിൽ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക, ഡിസൈനിങ് ചെയ്യുക. എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ പരിമിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയുക? അതൊക്കെ ചെയ്യണം. നിങ്ങൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ പറ്റി എപ്പോഴും പറയാറില്ലേ റഹിമഹുല്ലാ. അദ്ദേഹം സൗദിയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹത്തിന് 16-ാമത്തെ വയസ്സായപ്പോൾ വെറും 16-ാമത്തെ വയസ്സായപ്പോൾ കാഴ്ച പരിമിതി തുടങ്ങി. 20-ാമത്തെ വയസ്സായപ്പോഴെങ്കിൽ പൂർണ്ണമായും അദ്ദേഹം കാഴ്ച പരിമിതനായി മാറി. ഒന്നും കാണാത്ത കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്ക് എത്തി. പക്ഷെ ആ വ്യക്തി, അദ്ദേഹം എങ്ങനെയാണ് പിന്നീട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായി മാറിയത്? ഇന്നും പല ഇസ്ലാമികമായ വിജ്ഞാനികൾക്കും അദ്ദേഹത്തെ അവലംബിക്കേണ്ട അവസ്ഥ എങ്ങനെയാണ് വന്നത്?
ആ കാഴ്ച പരിമിതി അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതിയായിരുന്നില്ല. ആ പരിമിതിയിൽ പരിതപിക്കാതെ പരമാവധിയിലേക്ക് എത്താനുള്ള ശ്രമങ്ങളായിരുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നടത്തിയത്. നമുക്കും അത് കഴിയും, ഒരു തടസ്സവും നമുക്കില്ല. നമ്മുടെ ആരോഗ്യത്തെയും ഒഴിവു സമയത്തെയും ഒരുപാട് ആളുകൾ വഞ്ചിതരായ 2 അനുഗ്രഹങ്ങളാണ് അല്ലേ, അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയണം. രണ്ടാമതായിക്കൊണ്ട് നമ്മുടെ ഈ ഒരു കണ്ണുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കണം. എങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരയുക? ഒന്ന്, നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർത്ത് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങുക. 2, നമസ്കാരത്തിൻ്റെ ഓരോ വാക്യങ്ങളുടെയും അർത്ഥം കഴിഞ്ഞ സെഷനിൽ ബഹുമാനായ പറപ്പൂർ മൗലവി പറഞ്ഞു അല്ലേ, ഫാത്തിഹയുടെ ഓരോ വചനവും നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന മറുപടിയെ പറ്റി പറഞ്ഞു. അങ്ങനെ ഓരോ അർത്ഥങ്ങളെയും അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കരയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ മറ്റനുഗ്രഹങ്ങൾ, കണ്ണിന് മാത്രമേ പരിമിതിയുള്ളൂ. നമുക്ക് നടക്കാൻ കഴിയും, ഇരിക്കാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും, ആലോചിക്കാൻ കഴിയും. നമുക്ക് ആരോഗ്യപൂർണ്ണമായ ഹൃദയങ്ങളുണ്ട്, ലങ്സ് ഉണ്ട്, കിഡ്നികളുണ്ട്. കിഡ്നി മാത്രം ഞാൻ പറയാം, ഈ കിഡ്നി ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലുള്ള അല്ലേ, കിഡ്നി 2 കിഡ്നികൾ നമുക്കൊക്കെ ഉണ്ട് അല്ലേ. വെറും 11 സെന്റിമീറ്റർ മാത്രമാണ് ഒരു കിഡ്നിയുടെ വലിപ്പം. ആ കിഡ്നി എന്ന നമ്മുടെ ശരീരത്തിലെ പിൻഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 2 ചെറിയ സാധനങ്ങൾ, ഒരു സ്കെയിലിന് അത്ര വലിപ്പം കൂടിയില്ല കിഡ്നി എന്ന് പറഞ്ഞാൽ. ആ കിഡ്നികൾ ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കുമ്പോൾ എന്താ കിഡ്നിയുടെ പണി? നമ്മുടെ രക്തം പ്യൂരിഫൈ ചെയ്യാല്ലേ, ഫിൽട്ടർ ചെയ്യുക, അതാണ് പണി. നമ്മൾ മൂത്രമൊഴിക്കണില്ലേ? ഇന്ന് രാവിലെ നമ്മൾ മൂത്രമൊഴിച്ചില്ലേ, ഉച്ചയ്ക്ക് മൂത്രമൊഴിച്ചില്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂത്രമൊഴിക്കണില്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആ കിഡ്നി നന്നായി പണിയെടുക്കുന്നതുകൊണ്ടാണ്. ആ കിഡ്നി എങ്ങാനും, അതിന് വലിപ്പം ആലോചിക്കണം കേട്ടോ, വളരെ നിസ്സാരമായ ആ കിഡ്നി എങ്ങാനും പണി മുടക്കി കഴിഞ്ഞാൽ നമുക്ക് മൂത്രമൊഴിക്കാൻ കഴിയില്ല. പിന്നെന്താ ഉണ്ടാവുക? അടുത്ത സ്റ്റെപ്പ് എന്താ? ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കി ആഴ്ചയിൽ 3 ഡയാലിസിസ്, മാസത്തിൽ 12 ഡയാലിസിസ്. ഒരു ഡയാലിസിസ് എന്താ ചാർജ്? 2000 മുതൽ 3000 രൂപ വരെയാണ്. അപ്പോൾ മാസം എത്രയായി? 10,000-40,000 രൂപയോളം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ വെറും 11 സെന്റിമീറ്റർ മാത്രമുള്ള ആ കിഡ്നി പണി മുടക്കുന്നതുകൊണ്ടാണ്. ആലോചിച്ചോക്കൂ സഹോദരങ്ങളെ, അതൊരു വ്യക്തിക്ക് താങ്ങാൻ കഴിയോ? ആ വ്യക്തിയുടെ കുടുംബത്തിന് കഴിയോ? ഇല്ല. ഒരു സമൂഹം മുഴുവൻ, എത്രത്തോളം അറിയങ്ങൾ, ചില ബസ്സുകളിലൊക്കെ അങ്ങനെ കാണാം, ഇന്നത്തെ കളക്ഷൻ ഇന്ന രോഗിയുടെ ഡയാലിസിസിന് വേണ്ടി. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒരു നാട് മുഴുവൻ പൈസ കളക്ട് ചെയ്യാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ വെറും 11 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ആ കിഡ്നി പണി മുടക്കിയതുകൊണ്ട്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായി മൂത്രമൊഴിച്ച ആളുകളാണ്. ആ മൂത്രമൊഴിക്കുമ്പോൾ പോലും നമുക്ക് ആ ചിന്തയും ബോധ്യം ഉണ്ടാവണം. കാഴ്ചയ്ക്ക് മാത്രമേ നമുക്ക് പരിമിതിയുള്ളൂ, മറ്റൊരു അനുഗ്രഹങ്ങൾ നമുക്ക് ഒരു പരിമിതിയുമില്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് ഉണ്ടാവേണ്ട ചിന്ത സ്വർഗത്തെ പറ്റിയുള്ള പ്രതീക്ഷയാണ്. യഥാർത്ഥത്തിൽ നിറമുള്ള സ്വർഗത്തെപ്പറ്റി നമുക്ക് സ്വപ്നങ്ങളിലെങ്കിലും കൂടുതൽ കാണാൻ കഴിയണം. നമ്മുടെ കുടുംബത്തെ ഒന്നിച്ചു ചേർത്ത് ആ സ്വർഗത്തിലേക്ക്, ആ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോകാനുള്ള ശ്രദ്ധയും ജാഗ്രതയും ആഗ്രഹവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ മറ്റ് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും നമുക്ക് ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ ക്രിയാത്മകമായും നിർമ്മാണാത്മകമായി നമുക്ക് ആ സ്വർഗത്തെ പ്രതീക്ഷ മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, യഥാർത്ഥത്തിൽ ആലോചിക്കൂ, നമുക്കിപ്പോൾ ഈ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഒരു കണ്ണും, ഇവിടെ എന്ത് അനുഗ്രഹങ്ങൾ കണ്ട കണ്ണുകളാവട്ടെ, ആ കണ്ണുകളൊന്നും കാണാത്ത ആ സ്വർഗം നമ്മളെ കാത്തിരിക്കുകയാണ്. ആലോചിക്കുക, അതിലും വലിയ അനുഗ്രഹം വേറെ എന്താണ്? ആ സ്വർഗം നമ്മളെ കാത്തിരിക്കുമ്പോൾ ആ സ്വർഗത്തിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ ചെറിയ ജീവിതത്തെ നിസ്സാരമായി എപ്പോൾ വേണമെങ്കിലും മരണം തിരിച്ച് കടന്നു വരാവുന്ന ആ ജീവിതത്തെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സമയത്തെയും നമ്മുടെ സന്ദർഭത്തെയും ആരോഗ്യത്തെയും ഒക്കെ ഈ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയും. നമ്മുടെ കുടുംബസമേതം നമുക്ക് പോകാൻ കഴിയും. ഒറ്റ കാര്യം കൂടി പറയട്ടെ, നേരത്തെ പറഞ്ഞു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വരുന്ന മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഒരു മഹാവിദ്യാർത്ഥി സമ്മേളനമാണ്. അതിന്റെ ഭാഗമായി അതിന്റെ അവസാനത്തെ 5 ദിവസം മെയ് 6 മുതൽ 10 വരെ ദ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റു കുട്ടികളെ എല്ലാം ഈ ഒരു പ്രായത്തിലുള്ള 8ാം ക്ലാസ് മുതൽ ഡിഗ്രി, PG, PhD വരെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ ആ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. ഇപ്പൊ പറഞ്ഞതുപോലെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നേരിട്ടറിയുവാനും അള്ളാന്റെ മാർഗത്തിൽ അതിനൊക്കെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുവാനും ഒക്കെ അവരെ പ്രേരിപ്പിക്കുന്ന, തിന്മകളെല്ലാം വെടിഞ്ഞ് നന്മയിലേക്ക് മുന്നേറാൻ അവരെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ, അതെന്തായാലും എത്ര ചെറുതാണെങ്കിൽ പോലും എത്ര നിസ്സാരമാണെങ്കിലും അത് അള്ളാഹിന്റെ മാർഗത്തിൽ മാത്രം പൂർണ്ണമായി വിനിയോഗിച്ച് യാതൊരു ടെൻഷനും ഇല്ലാതെ, യാതൊരു പേടിയുമില്ലാതെ, ഒരു നിലയ്ക്കുള്ള നിരാശയുമില്ലാതെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ അള്ളാഹിന്റെ മാർഗത്തിൽ കീഴൊതുങ്ങുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കാണിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ സ്വർഗ്ഗം നമുക്ക് ഏവർക്കും സന്തോഷമുള്ള കാര്യമാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്ലിമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.